പുറത്തുനിന്ന് പാനീയങ്ങൾ കയറ്റാൻ സമ്മതിക്കില്ലെങ്കിൽ സൗജന്യമായി കുടിവെള്ളം കൊടുക്കണം. മൾട്ടിപ്ലക്സ് തിയേറ്ററുകളോട് ഉപഭോക്തൃ കോടതി. മൾട്ടിപ്ലക്സ് തിയേറ്ററുകളോടെന്നാണ് ഇവർ ഈ കൊടുത്തിരിക്കുന്നത്. അത് ചുമ്മാതിയാ. ഞാൻ പോയിട്ടുള്ള കോട്ടയത്തെ ഒട്ടുമിക്ക മൾട്ടിപ്ലക്സ് തിയേറ്ററിലും അവിടെ കമത്തി വെച്ചിട്ടുള്ള വെള്ളമുണ്ട്. ഇവരുടെ ഈ വാർത്തയ്ക്കകത്ത് കയറി നോക്കുമ്പോൾ ഇവർ പറയുന്നത് കൊച്ചിയിലെ പ്രമുഖ മൾട്ടിപ്ലക്സ് എന്ന്. എനിക്ക് തോന്നുന്ന PVR ആണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. എനിക്കതിൽ അവിടെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അവിടെ വെള്ളം കൊടുക്കുന്നില്ലെന്നാണ് തോന്നുന്നത് എന്നൊക്കെയാണ് പലരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ശരിയായ നടപടിയില്ല. കാരണം കോടതി ഉത്തരവുണ്ട്, വെള്ളം കൊടുക്കണമെന്നുണ്ട്. പിന്നെ കുട്ടികളുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ള ഭക്ഷണം, കുട്ടികളെന്ന് പറഞ്ഞാൽ വലിയ കുട്ടികളല്ല, ചെറിയ പിള്ളേർക്കുള്ള ഈ കുറുക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുമല്ലോ, അത് കൊടുക്കണമെന്ന് നിയമമുണ്ട്. അല്ലാതെ ചില ആൾക്കാർ ഈ പിള്ളേർ ഇതാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുട്ടാപ്പോക്ക് കാണിക്കാൻ വേണ്ടി മുട്ടാപ്പോക്കും പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പോലെ ലേസും മിച്ചർ പാക്കറ്റും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. അത് ശുദ്ധ പോക്രത്തരെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിയമവശങ്ങളും കാര്യങ്ങളുമൊക്കെ. പലരും പറയുന്നതുണ്ട് ഇവിടെ ഭക്ഷണത്തിന് ഭയങ്കര വിലയാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരു സാധനത്തിന് എല്ലായിടത്തും ഒരു വിലയാണോ? ഇപ്പോൾ ഒരു സമൂസയാണെങ്കിൽ പോലും ബേക്കറി കിട്ടുന്നതും അല്ലെങ്കിൽ വഴി സൈഡിൽ നിന്ന് കിട്ടുന്നതും 5 സ്റ്റാർ ഹോട്ടലിൽ സമൂസ മേടിക്കുന്നതും എല്ലാം വില വ്യത്യാസമില്ലേ? അതവിടെ നിൽക്കട്ടെ. പിന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണപാനീയങ്ങൾ അത് നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ഭക്ഷണപാനീയങ്ങൾ അനുവദിച്ചായിരുന്നു. പണ്ട് ജമ്മു ആൻഡ് കാശ്മീരിലാണെന്ന് തോന്നുന്നു ഒരു തിയേറ്ററിൽ അനുവദിച്ചായിരുന്നു. എന്നിട്ട് ആൾക്കാർ എന്നാ ചെയ്തേ? അവരുടെ കൈ കിട്ടുന്ന ചോറും കറിയും എല്ലാം കൂടെ അങ്ങോട്ട് ചെന്ന് ലിക്കറും എല്ലാം കൊണ്ടുവന്നു. അപ്പോൾ അതെങ്ങനെ ഇരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെയാണ് പുറത്തുനിന്ന് ഭക്ഷണപാനീയങ്ങൾ അനുവദിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചോറും കറിയും ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് പൊറോട്ടയും ബീഫ് ഫ്രൈയും ആണ് എനിക്ക് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതും കൊണ്ട് പോയി തിയേറ്ററിൽ പോയി പൊതിച്ചോറുമായിട്ട് പോയിരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ ഞാൻ ലിക്കർ കൊണ്ടുപോകാൻ പറ്റുമല്ലോ, ഉടനെ പെപ്സിക്കകത്ത് കലക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്നെ ചെയ്യും? അതങ്ങനെയാണ് കോടതി വിധിയുള്ളത്. അത് പ്രൈവറ്റ് സ്ഥാപനമാണ്. അവിടെ എങ്ങനെ കയറണം, ആൾക്കാരെ പരിശോധിക്കണോ വേണ്ടയോ എന്ന് അവരുടെ തീരുമാനമാണ്. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് ഈ ഭക്ഷണത്തിൻ്റെ കാര്യം മാറ്റി നിർത്തി 2 അടിക്കുന്നവർക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഒരു ബാറിൽ ചെല്ലുവാണ്. അപ്പോൾ ആ ബാറിൽ 3 സെക്ഷൻ ആയിരിക്കും. ഒന്ന് നോൺ AC ലോക്കൽ, പിന്നെ ഒരു AC ബാറ്, പിന്നെ ചിലപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ബാറും കാണും. ഒരേ ബ്രാൻഡ് ഒരു സാധനം നമ്മളത് ലോക്കലിൽ നിന്ന് മേടിച്ചാലും AC നിന്ന് മേടിച്ചാലും എക്സിക്യൂട്ടീവ് ബാറിൽ നിന്ന് മേടിച്ചാലും 3 വിലയായിരിക്കും. ശരിയാണോ? വേർക്കറിയാം. സാധനം ഒന്ന് തന്നെയാണ്, കിക്ക് ഒന്ന് തന്നെയല്ലേ എന്ന് പറഞ്ഞ പോലെ തിയേറ്ററിൽ പോയി ഇരിക്കണം, AC-ക്കകത്ത് കയറി രസിച്ചിരിക്കണം, പുഷ്പായ്ക്ക് സീറ്റേ കയറി ഇരിക്കണം, സിനിമയും കാണണം, എനിക്ക് സമൂസ 5 രൂപയ്ക്ക് കിട്ടണം. നടക്കുന്ന കാര്യമാണോ? അല്ല. ഇതിന് എൻ്റെ നെഞ്ചത്തോട്ട് ആരും കയറാൻ വരണ്ട. ഇത് ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് പിടികിട്ടാനുള്ളൂ. നമ്മൾ അവിടെ പോകുന്നത് പ്രധാനമായിട്ട് എന്തിനാ? സിനിമ കാണാൻ അല്ലേ? സിനിമ കാണുക, പോവുക, ഈ പറഞ്ഞ പോലെ സൗജന്യ വെള്ളം കൊണ്ട് കുടിക്കുക, പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ തട്ടുകടയെന്നോ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ കയറി മൃഷ്ടാന്നം ഭോജനം കഴിക്കുക. ഇനി അത്രയ്ക്ക് വിശപ്പുള്ളവർക്കാണെങ്കിൽ അവർ പറയുന്ന വില കൊടുക്കണമെന്നേ. അത് അവിടെ നിയമം അനുവദിക്കുന്നുണ്ട്. സംശയമുള്ളവർ എൻ്റെ നെഞ്ചത്ത് കയറുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ നിയമവശങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് കംപ്ലീറ്റ് കോടതി വിധിയും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ട് ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്.